എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താരംഗത്തിലേക്ക് സ്വാഗതം. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ലെന്ന ഇറാനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേലിലെ ഉന്നതതല സുരക്ഷാ കേന്ദ്രത്തിലുണ്ടായ ഒരു ആക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു വാദം ഉയർന്നത്. നെതന്യാഹു ഈ സമയം അവിടെ ഉണ്ടായിരുന്നിരിക്കാമെന്നും അദ്ദേഹത്തിന്റെ സുരക്ഷ അപകടത്തിലാണെന്നുമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ വാർത്തകളോട് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. രാജ്യത്തിന്റെ നേതൃത്വവും ഭരണസംവിധാനങ്ങളും തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നും നെതന്യാഹു സുരക്ഷിതനാണെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ എതിരാളികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ജനങ്ങളുടെ മനോവീര്യം തകർക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രചാരണങ്ങളുടെ ഭാഗമാകാം ഇത്തരം റിപ്പോർട്ടുകളെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുതയും സൈനിക നീക്കങ്ങളും ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഈ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം വാർത്തകളെ ജാഗ്രതയോടെ കാണണമെന്നും വിവരങ്ങൾ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മേഖലയിലെ അസ്ഥിര ആഗോള വിപണിയെയും സുരക്ഷയെയും ബാധിക്കുമെന്നതിനാൽ ലോകരാഷ്ട്രങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.